സ്റ്റക്കായി നിൽക്കുന്ന നിങ്ങളുടെ കരിയർ റീസ്റ്റാർട്ട് ചെയ്യണ്ടേ? റീസ്റ്റാർട്ട് ചെയ്യാൻ എന്ത് ചെയ്യും? മികച്ച തൊഴിൽ സാധ്യതകളുള്ള ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് പഠിക്കണം. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് പഠിക്കാൻ സയൻസ് ബാക്ക്ഗ്രൗണ്ട് ആവശ്യമുണ്ടോ? ഇല്ല. എവിടെയെങ്കിലും പഠിച്ചാൽ മതിയോ? പോരാ. ഉറപ്പുള്ള ഭാവിക്കായി ചിത്ര വിമൻസ് അക്കാദമിയിൽ പഠിക്കൂ. ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം മുതൽ ഹെൽത്ത് കെയറിലെ AI വരെ ഇവിടെ പഠിക്കാം. യൂണിവേഴ്സിറ്റി ആൻഡ് ഇന്റർനാഷണൽ സർട്ടിഫിക്കറ്റോട് കൂടി. ചിനക്കത്തൂരിൽ പൂരം വരവറിയിച്ചുകൊണ്ട് നാളെ കൂത്തുമാടം കൊട്ടിക്കയറും. ചിനക്കത്തൂരിലെ കൂത്തുമാടം നാളെ കൊട്ടിക്കയറും. ചിനക്കത്തൂർ പൂരത്തിന് മുന്നോടിയായുള്ള തോൽപ്പാവക്കൂത്തിന് നാളെ രാത്രി തുടക്കം കുറിക്കും. കൂത്തുമാടം കൊട്ടിക്കയറിയാൽ പിന്നെ പൂരത്തിന് നാളുകൾ എണ്ണിത്തുടങ്ങി. ഒരു നാട് മുഴുവൻ ഒരു വർഷക്കാലം കാത്തിരുന്ന ദിവസത്തിനുള്ള ഒരുക്കങ്ങളിൽ നാട് സജീവമാകും. തോൽപ്പാവക്കൂത്ത് കലാകാരൻ സദാനന്ദ പുലവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് കൂത്ത് അവതരിപ്പിക്കുക. 17 ദിവസമാണ് കൂത്ത് നടക്കുക. ആദ്യ ദിനം ദേവസ്വം കൂത്ത് നടക്കും. പിന്നീട് ദേശക്കൂത്തുകളും ശേഷം സ്വകാര്യ വ്യക്തികളുടെ കൂത്തുമായിരിക്കും നടക്കുക. 17ാം ദിവസം സമുദായക്കാരുടെ കൂത്താണ് നടക്കുക. അന്ന് ശ്രീരാമ പട്ടാഭിഷേകത്തോടെ കൂത്ത് അവസാനിക്കും. അന്ന് തന്നെയാണ് പൂരം കൊടിയേറുകയും ചെയ്യുന്നത്. കൂത്തുകളാണ്. അവസാനത്തെ കൂത്ത് സമുദായ കൂത്ത് എന്നാ പറയുക. അതായത് പഴയകാലത്ത് ഈ ചിനക്കത്തൂർ ക്ഷേത്രത്തിന്റെ സമുദായ സ്ഥാനിയായിരുന്ന ഏറനൂർ മനക്കലത്തെയാണ് പൂരം മുളയിടുന്ന 17ാം ദിവസത്തെ കൂത്ത്. അത് ആ പൂരം മുളയുടെ ദിവസത്തെ കൂത്ത് എന്ന് പറഞ്ഞാൽ അത് അന്നാണ് ചിനക്കത്തൂർ കാവലത്തെ രാത്രി 11 മണിക്ക് ശേഷം കൊടിയേറ്റം നടത്തും. അന്ന് ശ്രീരാമ പട്ടാഭിഷേകത്തോടുകൂടി കൂത്ത് അവസാനിക്കുകയും ചെയ്യും. നാളെ കൂത്ത് ആരംഭിക്കാനുള്ള ഒരുക്കങ്ങളിലാണ് സദാനന്ദ പുലവർ. പഴയതും പുതിയതുമായ പാവകൾ കൂത്തിന് സജ്ജമായി ഇരിക്കുകയാണ്. 200 വർഷത്തോളം പഴക്കമുള്ള മാൻതോൽ കൊണ്ട് നിർമ്മിച്ച പാവകളാണ് സദാനന്ദ പുലവരുടെ കയ്യിലുള്ളത്. ഇപ്പോൾ മാൻതോൽ ലഭ്യത കുറവ് മൂലം കാള, പശു എന്നിവയുടെ തോലുകൊണ്ടും ചെന്നൈയിൽ നിന്നും വരുത്തുന്ന ലെതർ കൊണ്ടും നിർമ്മിക്കുന്ന പാവകളും കൂട്ടത്തിൽ ഉണ്ടെന്നും സദാനന്ദ പുലവർ പറഞ്ഞു. ഈ പെയിന്റ് അടിക്കുന്ന പതിവാണ് കളർ പാവകളല്ല അന്ന് ഉപയോഗിച്ചിരുന്നത്. ഇന്നും ഞാൻ കൂടുതലും ഈ 200-250 കൊല്ലം പഴക്കമുള്ള പാവകൾ തന്നെയാണ് ഞങ്ങളുടെ സംഘത്തിൽ നമ്മുടെ കയ്യിലുള്ളത്. അതിന് കേടുവന്ന പാവകൾക്ക് പകരം കുറച്ച് ഈ ലെതർ, അതായത് കാളത്തോലോ അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ലെതറുള്ള പാവകളാണ് ഇപ്രാവശ്യം ഞങ്ങൾ ചിനക്കത്തൂരിൽ ഉപയോഗിക്കുക. ഏറ്റവും കൂടുതൽ ആളുകൾ തോൽപ്പാവക്കൂത്ത് കാണാൻ എത്തുന്നത് ചിനക്കത്തൂരിലാണെന്നും കാണാനെത്തുന്നവർക്ക് തോൽപ്പാവക്കൂത്ത് എന്താണെന്ന് മനസ്സിലാക്കാൻ 20 മിനിറ്റ് ദൈർഘ്യമുള്ള ഡെമോ അവതരിപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഓരോ ദിവസവും കൂത്ത് പട്ടർപ്പാവ്, അതായത് ഇതിന്റെ സ്റ്റാർട്ടിങ് കഴിഞ്ഞാൽ തന്നെ ഡെമോൺസ്ട്രേഷൻ രീതിക്ക് എന്താണ് തോൽപ്പാവക്കൂത്തിലത്തെ പാവകളി, അത് എങ്ങനെയാണെന്ന് 20 മിനിറ്റ് നീളുന്ന ഒരു ഡെമോൺസ്ട്രേഷൻ ദിവസം, അതായത് 16 ദിവസം, 17ാം ദിവസം നടക്കില്ല, അത് നടത്താൻ പാടില്ല. 16 ദിവസം നടത്തിയ ശേഷമാണ് ഈ തോൽപ്പാവക്കൂത്ത് ചിനക്കത്തൂരിൽ ഞങ്ങൾ അവതരിപ്പിക്കുക. 12 പേരടങ്ങുന്ന സംഘമാണ് ഇക്കുറി തോൽപ്പാവക്കൂത്തിന് ഒരുങ്ങുന്നത്. 14ാം ദിവസമാണ് ഗരുഡപ്പത്ത് നടക്കുക. ഓരോ ദേശക്കൂത്ത് ദിവസവും ഗംഭീര വെടിക്കെട്ടും ഉണ്ടാവും. ഈ ചിനക്കത്തൂർ തോൽപ്പാവക്കൂത്തിന്റെ പ്രത്യേകത, മറ്റു സ്ഥലത്ത് ഒരു ഭാഗത്തും ഈ വെടിക്കെട്ട് ഉണ്ടാവില്ല. മറ്റുള്ള ഈ ഉത്സവങ്ങളുടെ വെടിക്കെട്ടിനേക്കാൾ ഗംഭീര വെടിക്കെട്ടുകളായിരിക്കും വടക്കുമംഗലം, പാലപ്പുറം, തെക്കുമംഗലം തുടങ്ങിയ ഈ ദേശക്കാരുടെ കൂത്തിന് അത്രയും വിശേഷമായിട്ടുള്ള വെടിക്കെട്ടുണ്ടാകും.